ഈ പ്രവാസി ചാരിറ്റി വില്ലേജ് എന്നൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട്, അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ എത്തിയിട്ടുള്ളതെന്നും നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ മറവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തിരിച്ചറിയാത്ത ആളുകളും അതുപോലെ തന്നെ പാർട്സുകളുമാണ് ഇവിടെ മറവ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിവിടെ സംഭവം നടന്ന അന്ന് വിവരം അറിഞ്ഞ ഉടനെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം ആംബുലൻസുകൾ മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള ആംബുലൻസുകൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇവിടെ സേവന പ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ ചാരിറ്റി മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള വിവിധ ചാരിറ്റികളുടെ കീഴിലുള്ള ഫ്രീസറുകൾ, അതുപോലെ തന്നെ മയ്യത്ത് കഫൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുണികൾ, കോട്ടനുകൾ, അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്കിവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ നമുക്കും ഒരു ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അതെ, ഏതായാലും നല്ല പ്രവർത്തനം തന്നെയാണ്. പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് പരലോകത്തും ഇഹലോകത്തും അതെ ഒരുപാട് സുമനസ്സുകളുടെയും സാധാരണ പ്രവർത്തകരുടെയും അകമഴിഞ്ഞിട്ടുള്ള പിന്തുണ കൊണ്ടാണ് നമുക്കും ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ജലീൽ, ഞാൻ മുസ്ലിം ലീഗിൻ്റെ എമർജൻസി സർവീസ് ടീമിൻ്റെ സെക്രട്ടറിയാണ്. ഇത് ജനറൽ സെക്രട്ടറി അനീസ് സാഹിബ്. സാഹിബിൻ്റെ സ്ഥലം എവിടെയാണ്? ഞങ്ങൾ വരുന്നത് കോട്ടക്കൽ, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സാറ് ചോദിച്ചതുപോലെ 200-ലധികം ആളുകളിപ്പോൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോഡികളിലായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരാവശിഷ്ടങ്ങളും ഫുൾ ബോഡി ആയിട്ടുള്ള ആളുകളും തിരിച്ചറിയാത്ത. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1.5-2 മണിക്ക് ശേഷം തന്നെ നമ്മളിവിടെ അന്ന് മുതൽ തന്നെ ആംബുലൻസുമായിട്ട് സർവീസ് നടത്തിയിട്ടുണ്ട്. വളരെ ഒരു മനസ്സ് മരവിച്ച ഒരു രൂപത്തിലേക്കാണെന്ന് നമുക്കത് സർവീസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള മുസ്ലിം ലീഗ് എമർജൻസി സർവീസ് ടീമിൻ്റെ മുഴുവൻ ആംബുലൻസുകളും സൗജന്യ സേവനമാണ് ഇവിടെ മുഴുവനായിട്ടും നടത്തിയിട്ടുള്ളത്. നമുക്കിതോടെ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരും അതേപോലെ മറ്റു സന്നദ്ധ സേവകരുമാണ് ഇവിടെയൊക്കെ മറവ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ എല്ലാവരും പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. അതിനൊക്കെ എന്നും നിങ്ങളോടൊപ്പം പ്രവാസി ചാരിറ്റി വില്ലേജിൽ നിന്ന് ഞങ്ങളും കൂടെ ഉണ്ടാവും.